ഇന്ന് ഞാൻ ഒരു അടിപൊളി ഗിഫ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് അതിനായിട്ടൊരു ബോക്സ് ഫ്രെയിം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ആയിട്ടുള്ള ഇമേജ് ഞാനിത് ഒരു A3 സൈസിൽ പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനതിനെ എനിക്ക് ആവശ്യമുള്ള സൈസിലേക്ക്, അതായത് ഫ്രെയിമിൻ്റെ സൈസിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ അതിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കട്ടിംഗ് നൈഫും അതുപോലെ കട്ടിംഗ് മാറ്റുമാണ് കേട്ടോ. നമ്മൾ ഒരു നോർമൽ സർഫസിൽ വെച്ച് കട്ട് ചെയ്തതിനെക്കാട്ടും വൃത്തിക്ക് നമുക്ക് ഈ ഒരു കട്ടിംഗ് മാറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. കത്രികയെക്കാട്ടും നന്നായിട്ട് നമുക്ക് ഒരു ഇതുപോലത്തെ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്യാൻ എപ്പോഴും നല്ലത് കട്ടിംഗ് നൈഫാണ് കേട്ടോ. ഞാനിത് വൃത്തിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഞാൻ ഒരു കേർവി ടൈപ്പിലാണ് കേട്ടോ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നിനുമല്ല, ഒരു 3D ഇഫക്റ്റ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലൈറ്റ് ആഡ് ചെയ്യുകയാണ്. ഈ ലൈറ്റിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കടയിൽ പോയി ചോദിച്ചു, അവരതെനിക്ക് എടുത്തു തന്നു. ഇത് 3 ടൈപ്പിൽ കത്തും കേട്ടോ. ഫാസ്റ്റായിട്ടും സ്ലോ ആയിട്ടും പിന്നെ സെയിം ഈ പാരലലായിട്ടും. ഇനി ഞാനിത് ഈ ഫ്രെയിമിൻ്റെ താഴ്ഭാഗത്താണ് ഈ ഒരു ലൈറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റിനെ ഞാൻ ആ ഒരു ഫ്രെയിമിൻ്റെ താഴത്തെ അളവിനനുസരിച്ച് നിവർത്തിയെടുക്കുകയാണ്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഈ കട്ടിംഗ് മാറ്റ് തന്നെയാണ് കേട്ടോ. ഇതിൽ നമുക്ക് സൈസസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് സ്കെയിലോ പെൻസിലോ ഒന്നും വെച്ചിട്ട് അളക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിലെ സ്ക്വയേഴ്സിൻ്റെ നമ്പേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് വെച്ചിട്ട് നമുക്ക് അളന്നാൽ മതി. ഓക്കെ, ഇനി ഞാനത് ഇവിടെ ഫിറ്റ് ചെയ്യണം. ഇത് ശരിക്കും ഫിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് ഗ്ലൂ ഗൺ അവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈറ്റ് നിൽക്കുന്ന അതുപോലെ തോന്നും. പക്ഷേ ഇതിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഗ്ലൂ ഗണ്ണില്ല. പക്ഷെ അത് പോയി എടുക്കാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ട് ഞാനൊരു സെല്ലോ ടേപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മുത്തുകളും സ്റ്റോൺസും ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുത്തുകൾ കടയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് തെർമോക്കോൾ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മിക്സഡ് കളേഴ്സും പെയിൻ കളേഴ്സും ആഡ് ചെയ്യാം. ഇനി അതൊന്നുമല്ല, നിങ്ങളുടെ കയ്യിൽ ഒത്തിരി മാലയൊക്കെ പൊട്ടിയ മുത്തുകളുണ്ടെങ്കിൽ ആ മുത്തുകളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്കിതിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. കഴിവതും അധികം വെയിറ്റ് ഇല്ലാത്ത സംഭവങ്ങൾ ഇതിന് ഉള്ളിൽ ആഡ് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫ്രെയിം എപ്പോഴും എടുത്തുകൊണ്ട് നടക്കാനും അല്ലെങ്കിൽ ഇതിന് മുന്നിൽ നമ്മൾ വെക്കുന്ന ഗ്ലാസ് പൊട്ടാതിരിക്കാനൊക്കെ ഹെൽപ്പ് ആവുള്ളൂ. ഇനി ഞാനിത് ഈ ഒരു ലൈറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ആക്കിയിരുന്നു. ആ ഓപ്പൺ ആക്കിയ എല്ലാ പോർഷൻസും ഒട്ടിച്ചു കൊടുക്കലാണ് ഇനി അടുത്ത പണി. അതിനായിട്ട് ഞാനൊരാളുടെ ഹെൽപ്പും കൂടി ചോദിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒറ്റയ്ക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ ചിലപ്പോൾ എയർ ബബിൾസൊക്കെ കുടുങ്ങും. എയർ ബബിൾസ് കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനിഷിങ് വരത്തില്ല. അപ്പം വളരെ ടൈറ്റായിട്ട് അത് പിടിച്ചൊട്ടിക്കണമെങ്കിൽ ഒരാൾ പിടിച്ച് തന്നിട്ട് നമ്മളത് ഒട്ടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്കിഷ്ടമായോ? ഇതിപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇട്ടിട്ടുള്ള മുത്തുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി ഓടി കളിക്കും. നല്ല രസമാണ്. ശരിക്കും വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ ഇത് നേരിട്ട് കാണാൻ. ഇതുപോലെ തിളങ്ങും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പല പല കളേഴ്സുള്ള മുത്തുകൾ ഒന്നുകൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഷൈനിങ് ആയിട്ട് തിളങ്ങും കേട്ടോ. ഇനി ഞാനിത് ഈ ഗ്ലാസ് ഇട്ട ഭാഗത്ത് ആ ഒരു പോർഷൻ കൂടി ഒട്ടിച്ചെടുക്കലാണ് പണി. എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ വർക്ക്. എങ്ങനെയുണ്ട്? നിങ്ങൾക്കിഷ്ടമായോ? ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആയിട്ടുമാണെന്ന്. നിങ്ങൾക്കും അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലത്തെ ക്രാഫ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.